ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവ പുട്ടാണ്. ഈ അരിപ്പുട്ടൊക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റണ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണത്. മാത്രമല്ല, പുട്ടുപൊടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണത്. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് ഓൾറെഡി വറുത്ത റവയാണ്, എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു പുട്ടാണ് അത്. ഇപ്പോൾ അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അരിപ്പുട്ട് ചെയ്യണ പോലെയുള്ള പ്രൊസീജിയർ തന്നെയാണ് ഇതിലും. നല്ലൊരു മണം വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. വറുത്ത് വെച്ചിരിക്കണ റവ നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. കുറച്ച് ഉപ്പിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റവ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ വെള്ളമിട്ട് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇളം ചുടുവെള്ളമാണത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ചു വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടിയെടുക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് കട്ട പോലെ ഒരുപാട് തോന്നുകയാണെങ്കിൽ മിക്സിയിൽ പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ കറക്റ്റായിട്ട് വരും. പുട്ടിൻ്റെ പാകമായി എന്ന് എങ്ങനെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം അത് നമ്മൾ ക്രംബിൾ ചെയ്യുമ്പോൾ എളുപ്പത്തിലാവും വേണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഈ പുട്ട് മാത്രമല്ല, നമ്മുടെ അരിപ്പുട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഇതേപോലത്തുള്ള പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ഒരു ചില്ലുണ്ട്. ഇതൊന്ന് എണ്ണ ഇട്ടിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്കിടാം. ഇനി ആദ്യം കുറച്ച് തേങ്ങ എടുക്കുക, ഇതിലേക്ക് ഇടുക. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യണ പോലെ തന്നെയാണ് എടുക്കുക, ഇതിലേക്ക് ഇടുക. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു റെസിപ്പിയാണത്. ഞാൻ മിഡിലിൽ തേങ്ങ ഇടുന്നില്ല, വേണ്ടവരിട്ടോളൂ. കാരണം ഒരേ ലെങ്ത്തിൽ കിട്ടും. മിഡിലിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ മുറിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങ കൂടെ ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. കുക്കറിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോളുണ്ട്, ഇതിൽ കൂടെ വയ്ക്കാം. ഒരു 15 മിനിറ്റിൽ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മുടെ ഈ റവ പുട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും ടേസ്റ്റിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്കും അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.